ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഹിന്ദിവരം എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. ഈ പ്രസ്ഥാനം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാവിധ എൻജിനീയറിംഗ്, മാനുഫാക്ചറിങ് അഥവാ നമ്മൾ പോളിമർ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, എനി കൈൻഡ് ഓഫ് എൻജിനീയറിംഗ് സ്പെയർ പാർട്സ് ഡെവലപ്മെൻറ്റ്, എനി കൈൻഡ് ഓഫ് പാർട്ട് ഡെവലപ്മെൻറ്റ്, എൻജിനീയറിംഗ് പാർട്ട്, അതുപോലെ തന്നെ നമ്മൾ ടൂൾ ആൻഡ് ഡൈ മേക്കിങ്. എൻ്റെ 40 വർഷത്തിന് മുകളിലുള്ള എബ്രോഡിലും ഇന്ത്യയിലും സ്വന്തം പ്രസ്ഥാനം ഇതേ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്, 40 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ എല്ലാവിധത്തിലുള്ള മാനുഫാക്ചറിങ്, പ്രൊഡക്റ്റ്, ആർക്കെങ്കിലും ഒരു പ്രൊഡക്റ്റ്, പർട്ടിക്കുലർ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് അവരുടെ ആ കൺസെപ്റ്റ് റിക്വയർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത്, ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് പിന്നീട് അത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഗുജറാത്തിലും ഇന്ത്യക്ക് പുറത്തും ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലും ഒക്കെ ആയിട്ട് ഞാൻ 40 വർഷത്തോളം ഉള്ള എക്സ്പീരിയൻസാണ് എൻ്റെ ഈ ഫീൽഡിൽ. അത് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് റബ്ബർ മോൾഡ്സ്, റബ്ബർ പ്രൊഡക്ട്സ്, പോളിമർ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ്, എൻജിനീയറിംഗ് പാർട്ട്, എൻജിനീയറിംഗ് പ്രൊഡക്ട്സ്. എക്സ്പെഷ്യലി ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അതായത് പ്രിസിഷൻ വർക്കുകൾ, ടൂൾ ആൻഡ് ഡൈ മേക്കിങ്, അതിൻ്റെ പ്ലാസ്റ്റിക് മോൾഡിങ്, പിന്നെ കട്ടിംഗ് ടൂൾസ്, പ്രസ് ടൂൾസ്, ബ്രോച്ചിങ്, എക്സ്ട്രൂഡർ, റോട്ടോമോൾഡിങ്, PVC പൈപ്പ് അഥവാ HDP LLDP പൈപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡൈസ്, അതിൻ്റെ പഞ്ചസ്, അങ്ങനെ എല്ലാവിധ പോളിമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സർവീസുകളും നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറേ സമയത്ത് നമ്മളിത് സ്റ്റോപ്പ് ചെയ്തിരുന്നു. എന്നുവെച്ചാൽ ഞാൻ സ്ഥലത്തില്ലാതിരുന്നതിൻ്റെ പേരിൽ വീണ്ടും നമ്മളപ്പോൾ ഈ സർവീസുകളും ട്രെയിനിങ് അടക്കം നമ്മൾ പലർക്കും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് നമ്മൾ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് പഠിക്കുക, അഥവാ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഓട്ടോകാഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതും മോൾഡ് ഡിസൈൻ ചെയ്യുന്നതും, എല്ലാവിധത്തിലുള്ള എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതിൻ്റെ കൺസൾട്ടൻസി വേണമെങ്കിൽ നമ്മൾ കൺസൾട്ടൻസി ആയിട്ട് ചെയ്തു കൊടുക്കും. അതല്ല നമുക്ക് പ്രൊഡക്റ്റാണ് വേണ്ടതെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ചെയ്തു കൊടുക്കും. ഔട്ട്സോഴ്സും നമ്മൾ ഉപയോഗിച്ചിട്ട് ചെയ്തു കൊടുക്കും. കൂടുതലും നമ്മൾ ഔട്ട്സോഴ്സ് ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ സൂപ്പർവിഷനിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഏത് വിധത്തിലുള്ള മെഷീനറി, ഹാൻഡ് ടൂൾസ്, ഈവൻ സെക്കൻഡ് ഹാൻഡ് ഇമ്പോർട്ടഡ് മെഷീനറീസ് പോലും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ വരുത്തി കൊടുക്കുന്നുണ്ട്. എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഫീൽഡിൽ പറഞ്ഞാലും നമ്മൾ അതിൻ്റെ ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ എൻ്റെ പ്രവർത്തന പരിചയം വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗുജറാത്തിൽ മോൾഡ് ഡെവലപ്മെൻറ്റ്, മോൾഡ് മാനുഫാക്ചറിങ്ങിൻ്റെ ഫാക്ടറി വർഷങ്ങളായിട്ട് നടത്തിയിരുന്നതാണ്. അതിനുശേഷം ആഫ്രിക്കയിൽ പോയിട്ട് അവിടെ തന്നെ ആഫ്രിക്കൻ നാഷണാലിറ്റീസിനെ നമ്മൾ മോൾഡ് മേക്കിങ്ങും ടൂൾ ആൻഡ് ഡൈ മേക്കിങ്ങും ഒക്കെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവിടെ നമ്മൾ ധാരാളം ആൾക്കാരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലും, എൻ്റെ പ്രസ്ഥാനം ഗുജറാത്തിലുണ്ടായിരുന്ന സമയത്തും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എൻജിനീയറിംഗ് ടെക്നോളജിയിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥികൾ അഥവാ സ്റ്റുഡൻസ് നമ്മുടെ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ട്രെയിനിങ് എടുത്ത് അവരിന്ന് ഓസ്ട്രേലിയ, കാനഡ, USA,
ഇംഗ്ലണ്ട്, ഒരുമാതിരി ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മുടെ പ്രസ്ഥാനത്തിൽ എക്സ്പീരിയൻസ് അഥവാ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. പെർഫെക്റ്റ് മോൾസ് ആൻഡ് ഡൈസ് എന്നായിരുന്നു നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പ്രിസൈസായിട്ടുള്ള ഏത് വർക്കും നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. മെയിൻലി നമ്മൾ സർവീസ് വേണമെങ്കിൽ ഇപ്പം പ്ലാസ്റ്റിക് യൂണിറ്റുകളുണ്ട്, മോൾഡിങ് യൂണിറ്റുകൾ, എക്സ്ട്രൂഷൻ യൂണിറ്റുകൾ, ഏത് ടൈപ്പിലുള്ള പ്ലാസ്റ്റിക് എക്യുപ്മെൻറ്റ്സോ അഥവാ അതിൻ്റെ ഡൈസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസും, മെഷീനറി അഥവാ ഡൈസ്, മോൾഡ്സ്, ഇതൊക്കെ നമ്മൾ സർവീസ് ചെയ്തു കൊടുക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ ഇന്ത്യവരം എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജീസ്. അതിൻ്റെ നമ്പർ ഞാനിവിടെ എഴുതി കാണിക്കാം. കോണ്ടാക്ട് ചെയ്യാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാനിവിടെ എഴുതി കാണിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ മൊബൈൽ നമ്പർ ഇതാണ് 94519447. അടുത്തത് 94139447. ഈ നമ്പറിൽ എന്നെ ബന്ധപ്പെട്ടാൽ ഇതുമായിട്ടുള്ള എൻക്വയറീസും കാര്യങ്ങളുമൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ വേണ്ട രീതിയിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.